ഹായ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പുഡിംഗ് ആണ്. നല്ല ക്രീമി ടെക്സ്ചർ ഉള്ള ഒരു അടിപൊളി പുഡിംഗ്. ഇതിൻ്റെ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് സൈഡിലുള്ള ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡൊക്കെ ഒന്ന് സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി അത് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര ചേർക്കുന്നെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. ബ്രെഡൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി പൈനാപ്പിൾ ചേർത്തിട്ടാണ് നെക്സ്റ്റ് ലെയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത പൈനാപ്പിളും 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. ഒരു പാനിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം, 250 ml അളവിൽ. ഒപ്പം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പോർഷൻസ് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അതിലൊരു കളർ വ്യത്യാസം ഉണ്ടാവും. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചൂട് പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ചൂടായിട്ട് ഇതുപോലെ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബ്രെഡൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. പുഡിംഗ് ഒന്നുകൂടി സ്മൂത്ത് ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ബ്രെഡ് പീസസിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചൂടാക്കിയ ഫ്രഷ് ക്രീം ബ്രെഡ് മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചിട്ടില്ല. മിക്സിയിൽ അടിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടുന്നത്. ഇതിനു മീതെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നുകൂടി ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് മാതള അല്ലിയോ അല്ലെങ്കിൽ ഡ്രൈ സ്ട്രോബെറിയോ കൂടി ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല.